Hello all. Welcome to News in 360 Degree by Civils 360 IAS Academy. സോ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കോർ സെക്ടറിന്റെ ഔട്ട്പുട്ട് കൺട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 42 months. പ്രിലിംസ് പെർസ്പെക്റ്റീവില് എന്തൊക്കെ ഇൻഡസ്ട്രീസ് ആണ് കോർ ഇൻഡസ്ട്രീസ് ആയിട്ട് വരുന്നത്, അതിന്റെ ഇൻക്രീസിംഗ് ടു ഡിക്രീസിംഗ് ഓർഡർ വെയിറ്റേജ് സംബന്ധിച്ച് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഓർഡർ നമ്മൾ നോക്കണം. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ഈ കോർ സെക്ടേഴ്സിന്റെ വെയിറ്റേജ് എന്തൊക്കെയാണെന്ന് അറിയണം. മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ട്രെൻഡ് നോക്കിയാൽ മതി. അതായത് കോർ സെക്ടറിന്റെ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്, അതിന്റെ ട്രെൻഡ് ഒരു കൺസിസ്റ്റന്റ്ലി ഇൻക്രീസിംഗോ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിക്രീസിംഗോ ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ടോ, അത് ന്യൂസിൽ ഫോളോ ചെയ്ത് പോയാൽ മതിയാവും. സോ ഈ ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ്, ഈ 8 കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലെ 40.27 വെയിറ്റേജ് ഉള്ള ഐറ്റംസ് ആണ്. ഈ 8 കോർ ഇൻഡസ്ട്രീസ് വരുന്നത് പെട്രോളിയം ആൻഡ് റിഫൈനറി പ്രൊഡക്ഷൻ, അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഈ 8 കോർ അമംഗ് ദി 8 കോർ ഇൻഡസ്ട്രീസ്. ഇലക്ട്രിസിറ്റി ജനറേഷൻ, നെക്സ്റ്റ് സ്റ്റീൽ പ്രൊഡക്ഷൻ, കോൾ പ്രൊഡക്ഷൻ, ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ, നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ, സിമെന്റ് പ്രൊഡക്ഷൻ, ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷൻ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് പെട്രോളിയം ആൻഡ് റിഫൈനറി പ്രൊഡക്ഷൻ ആണ്. ഏറ്റവും കുറവ് ഫെർട്ടിലൈസേഴ്സിന്റെ പ്രൊഡക്ഷൻ ആണ്. സോ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന് കീഴിലുള്ള ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ കംസ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ആ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ് ഈ പറയുന്ന ഇൻഡെക്സ് ഓഫ് 8 കോർ ഇൻഡസ്ട്രീസ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതുകൂടാണ്ട് ഇതേ കോണ്ടെക്സ്റ്റിൽ റിലേറ്റഡ് ആയിട്ട് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്താണ്, ഇതിന്റെ സെക്ടേഴ്സ് ഏതൊക്കെയാണ്, ആരാണ് പബ്ലിഷ് ചെയ്യുന്നതും എന്ന് അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഈ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് പേര്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് പക്ഷെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് അല്ല, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഇത് കമ്പൈൽ ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. ഇതിന്റെ 40% വെയിറ്റേജ് ആണ് നമ്മുടെ 8 കോർ സെക്ടേഴ്സിന് ഉള്ളത്. ഇതിന്റെ ബേസ് ഇയർ എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ 2011-12 ആണ്. അതുകൂടാണ്ട് 3 ബ്രോഡ് സെക്ടേഴ്സ് ഉണ്ട്: മാനുഫാക്ചറിങ്, മൈനിങ്, ഇലക്ട്രിസിറ്റി. മാനുഫാക്ചറിങ് ആണ് ഏറ്റവും കൂടുതൽ 77%, മൈനിങ് 14%, ഇലക്ട്രിസിറ്റി 7.9%. അടുത്ത ന്യൂസ്, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജിയിൽ വേണം എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. സോ ന്യൂക്ലിയർ എനർജി മെയിൻസ് പെർസ്പെക്റ്റീവിലും പ്രിലിംസ് പെർസ്പെക്റ്റീവിലായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ എന്താ പറയാ ഡെപ്പോസിറ്റ്സ്, യുറേനിയം, തോറിയം, അതിന്റെയൊക്കെ വ്യത്യാസങ്ങളെ പറ്റിയിട്ട് പ്രിലിംസ് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ പറ്റിയിട്ടും ന്യൂക്ലിയർ എനർജിയുടെ പൊട്ടൻഷ്യൽ ബേസിസിലും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ആസ് ഓഫ് നൗ ഇന്ത്യയുടെ പ്രസന്റ് ഇൻസ്റ്റാൾഡ് ന്യൂക്ലിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7.48 GW ആണ്. നമുക്ക് പാരീസ് അഗ്രിമെന്റിന്റെ കീഴിൽ INDCs ഉണ്ട്, ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് തടയാനായിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻസ്, നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ടാർഗറ്റ് ആണ് 500 GW ഓഫ് നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി ബൈ 2030. ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? പെട്രോള്, കോള്, ഇതൊക്കെ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ എനർജി നീഡ്സ് മീറ്റ് ചെയ്യുന്നത് കോൾ ബേസ്ഡ് ആയിട്ട് തന്നെയാണ്, തെർമൽ ബേസ്ഡ് ആയിട്ടാണ്, ഈ കോൾ ബേസ്ഡ് ആണ്. സോ അതിൽ നിന്ന് മാറി കുറച്ചുകൂടെ ക്ലീനർ ആയിട്ടുള്ള നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് എനർജി സോഴ്സസിൽ നിന്ന് 500 GW എനർജി 2030 പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ടാർഗറ്റ് ആണ്. സോ ഈ ന്യൂക്ലിയർ എനർജി കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒന്ന്, അതൊരു ക്ലീൻ സോഴ്സ് ഓഫ് എനർജി ആണ്, കാർബൺ എമിഷൻസ് കുറവായിരിക്കും കമ്പയർ ടു എനർജി പ്രൊഡ്യൂസ് ഫ്രം കോൾ, ഫോസിൽ ഫ്യൂൾസ് ലൈക്ക് കോൾ ഓർ പെട്രോളിയം. അതല്ലാണ്ട് കൺസിസ്റ്റന്റ് പ്രൊഡക്ഷന്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം മറ്റ്
ക്ലീൻ സോഴ്സസ് ഓഫ് എനർജി ലൈക്ക് സോളാർ ഓർ വിൻഡ്, അതെന്ന് പറയുന്നത് ഈ വെദർ ഫെനോമിനൽ ഡിപ്പെൻഡന്റ് ആണ്. സോ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ, റിലയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷന്റെ പോസിബിലിറ്റി അവിടെ കുറവാണ്. പക്ഷേ ന്യൂക്ലിയർ എനർജി വരുമ്പോഴത്തേക്കും ഒരു കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ക്ലീൻ. പിന്നെ അതുകൂടാണ്ട് റിലേറ്റീവ്ലി കുറച്ച് എഫിഷ്യൻസി കൂടുതലാണ്. അതായത് നമ്മൾ എന്താ പറയാ, കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ഒരു ലാർജർ നീഡ്സ്, എനർജി നീഡ്സിനെ മീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ന്യൂക്ലിയർ എനർജിക്ക് ഉണ്ട്. ഇതാണ് അഡ്വാൻറ്റേജസ്. പക്ഷെ കുറച്ച് ചാലഞ്ചസും ഉണ്ട്. ചാലഞ്ചസ് എന്ന് പറയുന്ന ഒന്ന്, ഈ ന്യൂക്ലിയർ വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ്, സേഫ്ലി ഡിസ്പോസ് ചെയ്യേണ്ട ഒന്നാണ്. ഇപ്പൊ നമ്മൾ എസ്ര മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഈ പറയുന്ന ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ന്യൂക്ലിയർ വേസ്റ്റിന്റെ സേഫ് ഡിസ്പോസൽ ഒരു കൺസേൺ ആണ്. അതുകൂടാണ്ട് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ മിനറൽസ്, യുറേനിയം ആണ് ഏറ്റവും കൂടുതൽ ഫിസൈൽ ആയിട്ടുള്ള മിനറൽ. അതിന്റെ ഒരു സ്കാർസിറ്റി ഉണ്ട് നമുക്ക് നാച്ചുറലി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ യുറേനിയം ഇമ്പോർട്ട്സിൽ ഡിപ്പെൻഡന്റ് ആണ്. നമ്മളിപ്പോ സെൻട്രൽ ഏഷ്യൻ കൺട്രീസുമായിട്ടുള്ള കോപ്പറേഷന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അവിടുത്തെ റിച്ച് യുറേനിയം ഡെപ്പോസിറ്റ്സ് ആണ്, കസാക്കിസ്ഥാൻ പോലുള്ള നേഷൻസുമായിട്ട്. പിന്നെ ന്യൂക്ലിയർ ആക്സിഡന്റ്സിന്റെ ഒരു റിസ്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചെർണോബിൽ അന്നത്തെ USSR, ഇന്നത്തെ യുക്രൈൻ റീജിയനിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ആയിരുന്നു. ഒരു ചെർണോബിൽ ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു 1986. അതുകൂടാണ്ട് സുനാമിയുടെ സമയത്ത് 2011 ജാപ്പനിൽ ഫുക്കുഷിമ റിയാക്ടറിൽ നിന്നും ലീക്കേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ന്യൂക്ലിയർ മെൽഡൗൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ ന്യൂക്ലിയർ റേഡിയേഷൻ ചുറ്റുമുള്ള ഏരിയയിലേക്ക് സ്പ്രെഡ് ആവാൻ കാരണമായി. പിന്നെ റേഡിയേഷൻ എക്സ്പോഷറിന്റെ റിസ്ക്സ് ഉണ്ട്, വിച്ച് ക്യാൻ കോസ് ഡിസീസസ് ലൈക്ക് ക്യാൻസർ. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ചാലഞ്ചസ് ആണ്. പിന്നെ ഇന്ത്യയിലെ ഈ ന്യൂക്ലിയർ പവർ ജനറേഷൻ ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൈമറി ലോ എന്ന് പറയുന്നത് അറ്റോമിക് എനർജി ആക്ട് ആണ്, അറ്റോമിക് എനർജി അമെൻമെന്റ് ആക്ട് 1987. അതിന്റെ കീഴില് സെൻട്രൽ ഗവൺമെന്റ്, യൂണിയന് മാത്രമേ അധികാരമുള്ളൂ ടു പ്രൊഡ്യൂസ്, ഡെവലപ്പ്, യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് അറ്റോമിക് എനർജി. ആസ് ഓഫ് നൗ അറ്റോമിക് എനർജി പ്രൊഡക്ഷനിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു നെസസിറ്റി ഈ ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. അതായത് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡലിൽ മേ ബി ന്യൂക്ലിയർ എനർജിയുടെ പ്രൊഡക്ഷൻ ആലോചിക്കാവുന്നതാണ് എന്ന രീതിക്കാണ് ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് വേറൊരു ആക്ട് ഉണ്ട്, സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് 2010. ഈ സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്ന ഇതിന് സിവിൽ ലയബിലിറ്റി കോമ്പൻസേഷൻ ഒക്കെ മാൻഡേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണ്. സോ ഇതില് ഓപ്പറേറ്ററിനൊരു നോ ഫോൾട്ട് ക്ലോസ് ഉണ്ട്. അതായത് ഈ ന്യൂക്ലിയർ ഇൻസിഡന്റിന് ശേഷം ഓപ്പറേറ്ററിന്റെ ഫോൾട്ട് ഇല്ല, പക്ഷെ എന്താ പറയാ, സിവിൽ ന്യൂക്ലിയർ ഡാമേജിനുള്ള കോമ്പൻസേഷൻ ഒക്കെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ആക്ട് ആണ്. അപ്പൊ ഇതിനെതിരെയും ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്രൈമറിലി 2 ലോസ് ഉള്ളത് ഈ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷനെ ഗവേൺ ചെയ്യുന്ന. അതുകൂടാണ്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഇന്ത്യക്കൊരു 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷന്റെ ഫാദർ എന്ന് നമ്മൾ റെഫർ ചെയ്യുന്ന ഹോമി ജെ ബാബ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാം ആണ്. സോ ഈ പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തോറിയം ഡെപ്പോസിറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ത്യക്ക് ലോകത്തിലെ 2% യുറേനിയം റിസർവ്സ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. പക്ഷെ അതേസമയം 25% വേൾഡിലെ തോറിയം റിസർവ്സ് ഇന്ത്യയിലുണ്ട്. ഇപ്പൊ നമ്മൾ ചവറയിലെ മോണസൈറ്റ് സാൻസിനെ ഒക്കെ പറ്റി കേട്ടിട്ടില്ലേ? തോറിയം റിസർവ്സ് നമ്മുടെ കോസ്റ്റൽ ഏരിയയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ തോറിയം റിസർവ്സ് നമുക്ക് അത്യാവശ്യമുണ്ട്. ലോകത്തിലെ 25% റിസർവ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മൾ ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മുടെ ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ 3rd സ്റ്റേജ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ തോറിയം റിസർവ്സിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നമ്മളൊരു ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ റിയാക്ടേഴ്സിൽ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വെച്ചിട്ടാണ്. അപ്പൊ ഈ എന്താ പറയാ, നമ്മുടെ ഈ ന്യൂക്ലിയർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫിസൈൽ ആയിരിക്കണം. പക്ഷെ തോറിയം നാച്ചുറലി ഫിസൈൽ ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ല. പക്ഷെ അതിനെ എന്താണ്, ഇറേഡിയേറ്റ് ചെയ്താൽ, ന്യൂട്രോൺസ് കൊണ്ട് ഇറേഡിയേറ്റ് ചെയ്താൽ ഫിസൈൽ ആയിട്ടുള്ള യുറേനിയം 233 ആയി മാറാനുള്ള പോസിബിലിറ്റി തോറിയത്തിന് ഉണ്ട്. സോ ആ പൊട്ടൻഷ്യലിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിക്കാണ് ഈ പറയുന്ന 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ഉള്ളത്. ഇതിന്റെ 3 സ്റ്റേജസ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നാച്ചുറൽ യുറേനിയം ഫ്യൂൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ്, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജില് പ്ലൂട്ടോണിയം ബേസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ്. ആൻഡ് ഫൈനൽ സ്റ്റേജിൽ അഡ്വാൻസ്ഡ് ന്യൂക്ലിയർ പവർ സിസ്റ്റംസ് യൂസിങ് തോറിയം.
സോ ഇതിന്റെ പ്രോഗ്രസ് എന്താണ്, എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നതെന്നുള്ളത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഇന്ത്യയുടെ സിൽവർ ഡിവിഡന്റിനെ പറ്റി, ചാലഞ്ച് ടു ഓപ്പർച്യൂണിറ്റി, ഇന്ത്യയുടെ സിൽവർ ഡിവിഡന്റ് ചാലഞ്ച്, അതിനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഉണ്ട്. സോ കുറച്ച് ബേസിക് സ്റ്റാറ്റ്സ് പറയുകയാണെങ്കിൽ, യുണൈറ്റഡ് നേഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷന്റെ റിപ്പോർട്ട് പ്രകാരം ആസ് ഓഫ് നൗ 2022 ഡേറ്റ പ്രകാരം 10.5% ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ എൽഡർലി ആണ്. പക്ഷേ ബൈ 2050 ഇത് 20-21% ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു റൈസിങ് എൽഡർലി പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഡെമോഗ്രാഫിക് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഡിപ്പെൻഡൻസി ബർഡൻ കൂടുക എന്നാണ്. നമ്മൾ ഡിപ്പെൻഡൻസി ബർഡൻ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെയും എൽഡർലിയുടെയും കെയർ വേണ്ട കാറ്റഗറീസ്, ചിൽഡ്രൻ ആൻഡ് എൽഡർലി, അവരുടെ പോപ്പുലേഷൻ എത്രയുണ്ട് കമ്പയർ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ എന്നുള്ളതാണ് ഡിപ്പെൻഡൻസി ബർഡൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഡിപ്പെൻഡൻസി ബർഡൻ കൂടുക എന്ന് പറയുന്നത് ഒരുപാട് ചാലഞ്ചസ് റേസ് ചെയ്യും. അപ്പൊ ഈ അപ്കമിങ് ചാലഞ്ചസ്, നമ്മുടെ ഈ ഒരു ആസ് ഓഫ് നൗ ഇന്ത്യക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് മാറി ഒരു ഒരു ഡെമോഗ്രാഫിക് ബോംബിലേക്ക് ട്രാൻസിഷൻ ചെയ്യാണ്ടിരിക്കാൻ എങ്ങനെ ഈ പറയുന്ന റൈസിങ് എൽഡർലി പോപ്പുലേഷൻ എന്ന ചാലഞ്ചിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം എന്ന് നമ്മൾ നോക്കണം. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവില്, സൊസൈറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ഏജിംഗ് പോപ്പുലേഷന്റെ ചാലഞ്ചസ്. സോ ഈ ബേസിക് പോയിന്റ്സിന് നമ്മൾ മെയിൻസിൽ ആൻസേഴ്സ് ആക്കി എഴുതുമ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും എക്സാമ്പിൾസും കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊരു ബേസിക് ഫ്രെയിം വർക്ക് മാത്രമാണ്, ആഡ് ചെയ്യാം നമുക്ക് ഇതിലോട്ട്. സോ ഒന്ന്, ഐസൊലേഷൻ. സോഷ്യൽ ഇഷ്യൂസ് പറയുമ്പോഴത്തേക്കും ഐസൊലേഷൻ, സൈക്കോളജിക്കൽ ഐസൊലേഷൻ, ജനറേഷൻ ഗ്യാപ്പ് മൂലം വരുന്ന സൈക്കോളജിക്കൽ ഐസൊലേഷൻ, അതുകൂടാണ്ട് എൽഡർലി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഡിസബിലിറ്റി ആൻഡ് ഇൽനെസ്, അതുകൂടാണ്ട് പിന്നെ മെന്റൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, ഡിജിറ്റൽ ഇല്ലിറ്ററസി. നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ വേൾഡിലാണല്ലോ നമ്മുടെ സർവീസസ്, നമ്മുടെ ലൈഫ് നമ്മൾ കുറച്ചുകൂടി ഡിജിറ്റൽ ടെക്നോളജിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡിജിറ്റൽ ഇല്ലിറ്ററസി അമംഗ് എൽഡർലി എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ചാലഞ്ച് ആണ്. എക്കണോമിക് ചാലഞ്ചസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. പലപ്പോഴും ഡിപ്പെൻഡന്റ് ആണ് അവരുടെ മക്കളുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുറത്തോ ഡിപ്പെൻഡന്റ് ആണ്. ലാക്ക് ഓഫ് എക്കണോമിക് പ്രൊഡക്ടിവിറ്റി, പ്രത്യേകിച്ച് ഒരു റിട്ടയർമെന്റ് ഏജ് 60+ ആയിട്ടുള്ള ആൾക്കാർക്ക് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ദേ ആർ കൺഫൈൻഡ് ടു ദെയർ ഹോംസ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് അഡിക്വേറ്റ് ഗെറിയാട്രിക് കെയർ ഫെസിലിറ്റീസ്. എൽഡർലി നീഡ്സിന് കേറ്റർ ചെയ്തിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, സ്പെസിഫിക് നീഡ്സിന് കേറ്റർ ചെയ്യുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആണ്. ദർ ഇസ് ആൻ ആബ്സെൻസ് ഓഫ് എൽഡർലി ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ. എൽഡർലിക്കും കൂടി ആക്സസിബിൾ ആവുന്ന രീതിക്ക് എൽഡർലി ഫ്രണ്ട്ലി എനേബിളിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ക്രിയേഷൻ ഇപ്പോഴും നടക്കാറില്ല. പക്ഷെ ഈ പറയുന്ന സിൽവർ ഡിവിഡൻഡ്, ഈ സിൽവർ എക്കോണമി, സിൽവർ ഡിവിഡൻഡ്, ഇതൊക്കെ ഏജിംഗ് പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഡീൽ ചെയ്യാനായിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. സോ ഈ ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ, സിൽവർ ഏജ് പോപ്പുലേഷന്റെ ഹെൽത്ത് കെയർ മാർക്കറ്റിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് $7 ബില്യൺ ആണ്. അപ്പോൾ ഇതേ ഫീൽഡിൽ കെയർ എക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് യൂത്തിനെ റീസ്കിൽ ചെയ്താൽ എന്തൊക്കെ മെച്ചങ്ങൾ ഉണ്ടാവാം? ഒന്ന്, നമുക്ക് എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കും. അതുകൂടാണ്ട് ഈ പറയുന്ന സിൽവർ എക്കോണമി ഫോസ്റ്റർ ചെയ്യുന്ന രീതിക്കുള്ളൊരു മൂവ് ആയിരിക്കും അത്. പിന്നെ എൽഡർലിക്ക് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇൻക്ലൂഷനും അഡാപ്റ്റേഷനും ഫോസ്റ്റർ ചെയ്യണം. അതുകൂടാണ്ട് സിൽവർ ഇക്കോണമി എന്ന് നമ്മൾ സ്പെസിഫിക്കലി പറയുമ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് കേറ്ററിംഗ് ടു എൽഡർലി, അതാണ് സിൽവർ ഇക്കോണമി. സിൽവർ ഇക്കോണമി അവൈലബിൾ വർത്ത് അറ്റ് പ്രസന്റ് എന്ന് പറയുന്നത് 73,082 crores ആണ്. അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എൽഡർലി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള 2 സ്കീംസിനെ പറ്റി ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സേക്രഡ് എന്ന് വിളിക്കുന്ന സീനിയർ ഏബിൾ സിറ്റിസൺസ് ഫോർ റീഎംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി. അതൊരു പോർട്ടലാണ്. പ്രൈവറ്റ് സെക്ടറിൽ ഏബിൾ ആയിട്ടുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ടലാണ് ഗവൺമെന്റ് സീക്രട്ട് പോർട്ടൽ. അതുകൂടാണ്ട്
സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ സേജ്, അത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ ഒരു സ്കീമാണ്. പ്രൊമോട്ട് ആൻഡ് ഇൻസെന്റിവൈസ് സീനിയർ കെയർ പ്രോഡക്ട്സ്, അതായത് ഈ സ്പെസിഫിക്കലി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഗെറിയാട്രിക് ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക് നീഡ്സ് മീറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് അവൈലബിൾ അല്ല. സോ അതിനെ ഫോസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു സ്കീമാണ് ഈ സേജ് എന്ന് പറയുന്നത്, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ. സോ ഇത് കൂടാണ്ട് മറ്റ് സ്കീംസ് എന്തൊക്കെയാണ് സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഇപ്രാവശ്യത്തെ മെയിൻസിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡെമോഗ്രാഫിക് വിന്ററിനെ പറ്റിയിട്ട്. എന്താണ് ഡെമോഗ്രാഫിക് വിന്റർ? ഇറ്റ് ഇസ് എ സിറ്റുവേഷൻ വേർ എ കൺട്രി ഓർ റീജിയൻ എക്സ്പീരിയൻസസ് സിഗ്നിഫിക്കന്റ് ആൻഡ് പ്രൊലോങ്ഡ് ഡിക്ലൈൻ ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഡ്യൂ ടു ലോ ഫെർട്ടിലിറ്റി റേറ്റ്സ്, ഏജിംഗ് പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് മൊർട്ടാലിറ്റി റേറ്റ്സ്. അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു റീജിയൻ, അവിടുത്തെ ഫെർട്ടിലിറ്റി റേറ്റ്സ് കുറവാണ്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഒരു ഡേറ്റ വന്നിട്ടുണ്ടല്ലോ, ഇന്ത്യ പല സംസ്ഥാനങ്ങളും റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി 2.1 താഴെ പോയി എന്നുള്ളത്. സോ ഈ റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി അറ്റൈൻ ചെയ്ത് അതിലും താഴെ പോയാൽ എന്താണ്, പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ഡിക്ലൈൻ കൺസിസ്റ്റന്റ് ആയിട്ടും സിഗ്നിഫിക്കന്റ് ആയിട്ടും ഉണ്ടാവുന്നു. അതിന്റെ കൂടെ തന്നെ ഏജിംഗ് പോപ്പുലേഷൻ കൂടുന്നു. അതായത് ഏജിംഗ് പോപ്പുലേഷൻ കൂടുന്നു, മരണനിരക്ക് കൂടുന്നു. പക്ഷേ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പുതിയ ബർത്ത് പുതിയ ഫെർട്ടിലിറ്റി റേറ്റ് അതിനുവേണ്ടി മാച്ചപ്പ് ചെയ്ത് വരുന്നില്ല, ബർത്ത് റേറ്റ് കൂടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കൺസിസ്റ്റന്റ് ഡിക്ലൈൻ വരുന്നതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് വിന്റർ എന്ന് പറയുക. ആൻഡ് ഇറ്റ് പോസസ് സിഗ്നിഫിക്കന്റ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ചാലഞ്ചസ്. ഇപ്പൊ യൂറോപ്പിലൊക്കെ ഡെമോഗ്രാഫിക് വിന്റർ വന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ റിപ്പോർട്ട്സ് ഉണ്ട്. സോ ആ മീൻസിന് ഈ 2024 മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് എ ഡെമോഗ്രാഫിക് വിന്റർ? ഇസ് ദ വേൾഡ് മൂവിംഗ് ടുവേർഡ്സ് സച്ച് എ സിറ്റുവേഷൻ? ഇലാബറേറ്റ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ടും ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. പിന്നെ മണിപ്പൂരിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അഫ്സ്പ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്റേണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ എന്താണ് അഫ്സ്പ, അതിന്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കമ്മിറ്റീസ് ഉണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അഫ്സ്പ എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1985 ഒരു ലോ ആണ്. സോ ആസ് ഓഫ് നൗ, ഇതിനു മുന്നേ പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്നു, ത്രിപുരയിലും റിപ്പീൽ ചെയ്തു, പഞ്ചാബിലും റിപ്പീൽ ചെയ്തു, മേഘാലയയിൽ റിപ്പീൽ ചെയ്തു, ജമ്മു ആൻഡ് കശ്മീരിലും ലഡാക്കിലും ഉണ്ട്. അതല്ലാണ്ട് അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, അസാം, നാഗാലാൻഡ് ഈ പറയുന്ന സ്റ്റേറ്റുകളിലും അഫ്സ്പ ഇപ്പോഴും നിലവിലുണ്ട്. സോ എന്താണ് അഫ്സ്പ? ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. ആംഡ് ഫോഴ്സസിന് എന്തൊക്കെയോ സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്ന ഒരു ആക്ട് ആണ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ പവേഴ്സ്? അതായത് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് എന്ന് പറഞ്ഞ് ഡിക്ലെയർഡ് ആയിട്ടുള്ള ഏരിയാസിൽ പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പവേഴ്സ് ആംഡ് ഫോഴ്സസിന് കൊടുക്കുന്നു. ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ യൂണിയനും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഉണ്ട്. ആസ് ഓഫ് നൗ നമ്മൾ നോർത്ത് ഈസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അരുണാചൽ പ്രദേശും നാഗാലാൻഡും ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, യൂണിയൻ ആണ്. മണിപ്പൂർ, അസാം ഈ രണ്ട് സ്റ്റേറ്റുകളിലെയും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ്. സോ ആർമിക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് CAPF ഈ ഏരിയസിൽ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള CAPF-നും they have the power to arrest or kill anyone acting in contravention of law, search any premises without warrant ഇല്ലാണ്ട് സെർച്ച് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല ഈ പറയുന്ന ആക്ട്സ് കമ്മിറ്റ് ചെയ്യുന്ന, അതായത് വാറണ്ട് ഇല്ലാണ്ട് സെർച്ച് ചെയ്യുന്നതിനും അല്ലെങ്കിൽ എന്താ പറയാ ലോ നടപ്പിലാക്കാൻ വേണ്ടി നടക്കുന്ന ആക്ട്സിന് അവർക്കൊരു ലീഗൽ ലയബിലിറ്റി ഇല്ല. അതായത് ആംഡ് ഫോഴ്സസിന് ഒരു ലീഗൽ ലയബിലിറ്റി ഇല്ല, അവര് അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ല. The law grants them protection from prosecution and legal suits without the union government sanction. അതായത് യൂണിയൻ ഗവൺമെന്റ് സാങ്ഷൻ ഇല്ലാണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് അവർക്ക് ലീഗൽ പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരില്ല. പലപ്പോഴും ഈ പറയുന്ന അഫ്സ്പ ഒരു ഡ്രക്കോണിയൻ ലോ, കരിനിയമമായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന്റെ കാരണം എന്താ പറയാ അലഗേഷൻസ് ഉണ്ട് പല രീതിക്ക്. ഈ അഫ്സ്പ കൊണ്ട് ആംഡ് ഫോഴ്സസ് പലപ്പോഴും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് നടത്തുന്നു, ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസ് നടത്തുന്നു എന്നൊക്കെ. ഇപ്പം മണിപ്പൂരുള്ള മീര പൈബീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വുമൻസ് മൂവ്മെന്റ് ഉണ്ട്, മീര പൈബീസ്. അവര് ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രിപ്പ് നീക്കഡ് പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അഫ്സ്പ റിപ്പീൽ ചെയ്യണം, ആംഡ് ഫോഴ്സസിനെ എന്താ പറയാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം, അഫ്സ്പന്റെ കീഴിൽ അവർ നടത്തുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒക്കെ അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട്.
അഫ്സ്പയുടെ കോണ്ടെക്സ്റ്റിൽ അറിയപ്പെടേണ്ട ഒരു കമ്മിറ്റി ജസ്റ്റിസ് ജീവൻ റെഡ്ഡി കമ്മിറ്റിയാണ്. സോ ജസ്റ്റിസ് ജീവൻ റെഡ്ഡി കമ്മിറ്റി പറഞ്ഞത് അഫ്സ്പ റിപ്പീൽ ചെയ്യണം ആൻഡ് അപ്രോപ്രിയേറ്റ് പ്രൊവിഷൻ ഷുഡ് ബി ഇൻസേർട്ടഡ് ഇൻ UAPA. അഫ്സ്പ റിപ്പീൽ ചെയ്തിട്ട് ഇതിന് പകരമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് പ്രൊവിഷൻസ് UAPA തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നാണ് ജീവൻ റെഡ്ഡി കമ്മിറ്റി പറഞ്ഞത്. മാത്രമല്ല ഗ്രീവൻസ് സെല്ലുകൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട്സിലെല്ലാം ഗ്രീവൻസ് സെല്ലുകൾ സെറ്റപ്പ് ചെയ്യണം, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ റേസ് ദെയർ ഇഷ്യൂസ് വിത്ത് ദ ആംഡ് ഫോഴ്സസ്. ഇത്രയാണ് ജീവൻ റെഡ്ഡി കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ന്യൂസ് അത്രയേ ഉള്ളൂ. താങ്ക് യു.